ഞാൻ ഇപ്പോൾ ദിണ്ടിക്കൽ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള ദിണ്ടിക്കൽ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഞാൻ ഇന്ന് ഒരു ഫുഡ് വ്ലോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വെറൈറ്റി ബിരിയാണി, ബീഫ് ബിരിയാണിയാണ്. കേരളത്തിൽ കിട്ടുന്ന ബിരിയാണി അല്ല. ഇവിടുത്തെ പ്രത്യേകത, ഞാൻ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. രാത്രി ഒരു 8 മണിക്ക് കഴിച്ചത്, ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് കഴിച്ചത്. ഞാൻ വലിയ പ്രതീക്ഷ ഒന്നും കൊടുത്തില്ലായിരുന്നു, പക്ഷെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ഇവിടുത്തെ ബീഫ് ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടോ, അത് പറഞ്ഞാൽ മതിയാവില്ല, തിന്നറിയണം. വെറും 60 രൂപ ഉള്ളൂ. 60 രൂപ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു കപ്പിലാണ് സാധാ ഉള്ളത്. പക്ഷെ എനിക്കത് മതിയായിരിക്കും, എനിക്ക് വിശപ്പെട്ടിക്കണ്. ഞാനിപ്പോ ഉച്ചക്ക് ഇവിടെ പിറ്റേന്ന് ഇന്നലെ രാത്രി ഞാൻ എടുത്തത്. ഇന്നിപ്പോ ഉച്ചക്ക് ഞാൻ ഫുഡിന്റെ വ്ലോഗ് ചെയ്യണമെന്ന് ആഗ്രഹം വന്നു. കാരണം ഞാൻ ടേസ്റ്റ്, പിന്നെ അത് മാത്രമല്ല ബീഫ് ചിക്കൻ ഉണ്ട് വെറും 50 രൂപ. അതിന്റെ ആവശ്യമൊന്നുമില്ല, ചിക്കന്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇപ്രാവശ്യം ചുക്കും കൂടി വാങ്ങുന്നുണ്ട്. ചുക്കന്റെ ടേസ്റ്റ് ഞാൻ ഇന്നലെ അറിഞ്ഞില്ല. ചുക്ക എങ്ങനെ ഉണ്ട് കൂടി നോക്കാം. അപ്പൊ ബീഫ് ബിരിയാണി, ബീഫ് ചുക്ക. ഇവിടെ കാര്യമായിട്ട് ബോർഡൊന്നുമില്ല. ഹോട്ടല് ഇതാണ്. ഇത് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ് തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷന്റെ ബ്രിഡ്ജ് ഉണ്ട്. ബ്രിഡ്ജിന്റെ അടിയിൽ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് അങ്ങോട്ട് പോയേക്കാം, എങ്ങനെയാന്ന് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ പേരെന്തേ? നാഗൂർ മീരാണ് എന്റെ പേര്. അങ്ക നാഗൂർ തങ്ങളുടെ അങ്ക അതേ സെയിം പേര് ഇருக்கு. ഓക്കെ, ഇങ്ക ബിരിയാണി എങ്ങനെ ഇருக்கு? നല്ല അടിപൊളിയാ ഇருக்கு. ഞാൻ ഇന്നലെ നൈറ്റിൽ കഴിച്ച് അതുതാ ഞാൻ എന്താ വ്ലോഗ് ചെയ്യാൻ ഉദ്ദേശിച്ചു. അങ്ക മൊത്തം ഡെയിലി എത്ര കിലോ പോയിരിക്കും? 60 കിലോ ഡെയിലി പോകുമ്പോ அந்த ബീഫ് ബിരിയാണി, ബീഫ് ചിക്കനും ഇருக்கு. ചിക്കൻ എത്ര റേറ്റ്? 80 രൂപ. ബീഫ് 60 രൂപ. 60 രൂപ. ചിക്കൻ ചുക്കാണ്. ചിക്കൻ ചുക്ക ഇருக்கு. ബീഫ് ചുക്ക. പിന്നെ ബീഫ് ചുക്ക എന്നാ റേറ്റ്? 50 രൂപ. 50 രൂപ. 50 റുപ്പീസ്. ഇന്തോ ഹോട്ടലിന്റെ പേരെന്ത്? കസ്വ ഹോട്ടല്. ഇത് എന്താ പക്കത്ത് എന്ത്? നാഗർ ജംഗ്ഷൻ അല്ലേ? നാഗർ ജംഗ്ഷന്, ദിണ്ടിക്കൽ ജംഗ്ഷൻ അല്ല, ദിണ്ടിക്കൽ ജംഗ്ഷൻ. ദിണ്ടിക്കൽ ജംഗ്ഷന്റെ പക്കത്ത്, റെയിൽവേ സ്റ്റേഷന്റെ പക്കത്ത്, റെയിൽവേ സ്റ്റേഷന്റെ കീഴെ ഇറക്കി. ഹലോ സാർ, ഉങ്ക പേര്? സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം. പുള്ളിക്ക് നമ്മളെ കേരളമായിട്ട് എന്തൊരു ബന്ധമുണ്ട് അല്ലേ? എങ്കിൽ എവിടെ ഇരിക്കും? മലപ്പുറം. മൂപ്പര് തങ്ങളാണ്, തങ്ങൾ ഫാമിലി ഉള്ള ആളാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാം. എന്താ പാക്ക്? പൊളിച്ചോ. ഇതാണ് 60 രൂപന്റെ ബിരിയാണി കൊടുക്കുന്നത് അല്ലെ? 60 രൂപ. ഇതാണ് ഇത്. എനിക്ക് എന്റെ അഭിപ്രായത്തിൽ എനിക്ക് എന്റെ വിശപ്പിന് പറ്റും, മറ്റുള്ളവർക്ക് അറിയില്ല. പിന്നെ നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. ഇത് എന്താ റൈസ് ഉപയോഗിക്കുന്നത്? ജീരകസാല അരി, ദമ്പ. ജീരകസാൽ ദമ്പ എന്ന് പറയുന്ന അരിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് എന്നാ? ചിക്കൻ നോക്കടാ. ചിക്കനെ ഉള്ളിൽ ഇരിക്ക തനിയാ ഇങ്ക. ഇങ്ക ഒരു പീസ് ആയിരിക്കും. ലെഗ് പീസ് 80 രൂപ അല്ലേ? എന്താ ചുക്ക എങ്ക ഇருக்கு? ബിരിയാണി കേട്ടോ. ഇത് ബീഫ് ചുക്ക അല്ലേ? ഇത് പ്ലെയിന് ചുക്ക. ബ്രെയിന്. ബ്രെയിന്. എന്താ ബ്രെയിന്? ഇത് നമ്മളെ തലച്ചോറാണ് കേട്ടോ, ബീഫിന്റെ തലച്ചോറ്. പീസ് എത്ര റേറ്റ്? 50 റുപ്പീസ്. ഇത് 50 റുപ്പീസ്. ഇത് ബീഫ് ചുക്ക. ഓക്കെ, നമുക്ക് ഇത് രണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താ? ലിവർ. അത് ചിക്കൻ ലിവർ അല്ലേ? ബീഫ് ലിവർ. ബീഫ് മാത്രമേ ഉള്ളൂ അല്ലേ? ഇവിടെ ബീഫ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബീഫിന്റെ എല്ലാ ലിവറ്, അതുപോലെ ബീഫ്, പിന്നെ തലച്ചോറ്, ബ്രെയിന്, എല്ലാം 50 രൂപ. ഓക്കെ, ഇത് ബിരിയാണിന്റെ കൂടെ കൊടുക്കുന്ന സലാഡ്, ഉള്ളി. ഉള്ളി നല്ല ടേസ്റ്റ് ഉള്ള സലാഡ് കേട്ടോ. തൈര് മിക്സ് ചെയ്തിട്ട് അല്ലേ? തൈര് മിക്സ് ചെയ്തിട്ടുള്ള സലാഡ്. ഓക്കെ, ஆனா அங்கே பிரியாணிங்க எந்த ரொம்ப டேஸ்ட் இருக்கா? குழப்பமில்ல. அங்க பீஃபா? ബീഫ്. ഓക്കെ, ഈ ബിരിയാണി കഴിക്കാൻ വേണ്ടി കയറാൻ കേട്ടോ. അത്യാവശ്യം തിരക്കായി പോയിക്കിന് ഇവിടെ.
അപ്പൊ ഞാൻ ബിരിയാണി തിന്നാൻ വേണ്ടി കയറിയതാണ്. ഇവിടെ ഞാനിപ്പോ കയറുന്ന സമയം 12 മണി ആയില്ല, ഒരു 11:45. ആള് എത്തി തിരക്കാവുന്നുള്ളൂ. തിരക്ക് ഒരു 12-1 മണിയാകുമ്പോഴത്തേക്കും ഭയങ്കര റഷാന്ന് പറഞ്ഞ് ഡെയിലി ഒരു 60 കിലോയോളം ഇവർക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ ആ ബിരിയാണിന്റെ ടേസ്റ്റ് നോക്കാൻ പോവാ കേട്ടോ. ഇതാണ് ഹോട്ടല്, ചെറിയ ഹോട്ടൽ. നമ്മളെ കേരളത്തിലുമായി വലിയ ആർഭാടൊന്നുമില്ല, ആർഭാടൊന്നുമില്ല. വളരെ പക്ഷെ വൃത്തിയൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല കേട്ടോ. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. ഇവിടെ വായന്റെ ഇലയിലാണ് ഭക്ഷണം കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പ്ലേറ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത കോയിൽ പൊറോട്ട എന്ന് പറയുന്ന പൊറോട്ട ഉണ്ട്. അത് വേറെ സ്ഥലത്തുള്ള, ഇവിടെ ഇല്ല. കുറെ വ്ളോഗിങ് കഴിഞ്ഞ ഇത് നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ട് കേട്ടോ. ഇതാണ് ബിരിയാണി, ഇതാണ് ബീഫ് ബിരിയാണി. ഇത് സാധാരണ ഒരു കഴിക്കുന്നവർക്ക് ഇത് മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എനിക്ക് ഇത് മതി. പിന്നെ ഇതിന്റെ കൂടെ ഒരു സലാഡ് വരുന്നുണ്ട്. സലാഡ് സലാഡ് ഇത് കൊഞ്ചം കൊഞ്ചം. പിന്നെ ഗ്രേവി ഉണ്ടാവും. എനിക്ക് ഗ്രേവി വേണ്ട, ഗ്രേവി ഉണ്ടാവും. ഞാൻ ഗ്രേവി ഉപയോഗിച്ച് വേണ്ട എന്താ പറയുക. ഞാനിത് ഭക്ഷണം കഴിച്ച് ടേസ്റ്റ് അറിഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ടേസ്റ്റിനെ പറ്റി ഒന്നും പറയുന്നില്ല. അടിപൊളി ബിരിയാണിയാണ്. നല്ല ബീഫ് നല്ല ഉണ്ട്, കുറെ ബീഫ്. ഒരു മിനിറ്റ്. ഇത് ലിവറാ? ബ്രെയിൻ. ഓക്കെ, ഇതാണ് ബ്രെയിൻ. ഓക്കെ, ഇത് 50 രൂപ. 50 രൂപക്ക്. ഓക്കെ, താങ്ക് യു. അപ്പൊ 50 രൂപക്ക് ബ്രെയിനും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ബ്രെയിന് ഒക്കെ നമ്മുടെ ബീഫിന്റെ ബ്രെയിനാണ് കേട്ടോ. ഞാനിത് ഫസ്റ്റ് ആയിട്ട് കഴിക്കാം. ബ്രെയിന് കുറച്ച് എരിവുണ്ട് കേട്ടോ. ഇവിടെ കൂടുതൽ ആൾക്കാരും ഈ കള്ള് യൂസ് ചെയ്യുന്നതിനെ കൊണ്ടായിരിക്കും എരിവ് കുറച്ച് കൂടുതലുണ്ട്. കുരുമുളക് കണ്ടോ, കുരുമുളകാണ്. ബീഫ് ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ ബീഫുണ്ട്. ഈ 60 റുപ്യക്ക് എങ്ങനെ അത് പെരുക്കി വെക്കണം എന്നാണ് ഞാൻ നോക്കുന്നത്. ഗ്രേവി വേണ്ട. എന്താ ഗ്രേവിയാ? ഗ്രേവി എങ്കിൽ വേണ്ട. ഇതിന്റെ കൂടെ ഈ തമിഴ്നാട്ടിൽ ഗ്രേവി ഉണ്ടാവും. എന്ത് പൊറോട്ട കിട്ടാണെങ്കിലും, പൊറോട്ട കഴിക്കുകയാണെങ്കിലും, ബിരിയാണി കഴിക്കുകയാണെങ്കിലും, എന്ത് കഴിക്കുകയാണെങ്കിലും ഗ്രേവി ഉണ്ടാവും. ബീഫൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇത് ലിവറാണ്. ഇത് വെന്തില്ല, എന്നാലും നല്ല വെന്തിരുന്നോ. അതൊക്കെ നല്ല വേവുണ്ട്, ക്രിസ്പിയാണ് സാധനം. കണ്ടില്ലേ? വളരെ നല്ല ഉഷാറായിട്ട് മട്ടന്റെ മാതിരി തന്നെ വേവുണ്ട്. ഇവിടെ ഹലാൽ ഫുഡ് എന്നാണ് ഇവർ പറയുന്നത്. ബീഫ് ഇന്നലെ രാത്രി കുറെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല നല്ല അടിപൊളി ക്രിസ്പിയാ. ബീഫ് ഉണ്ട് കേട്ടോ. അതാ ഇഷ്ടം പോലെ ബീഫ് ഉണ്ട്. 60 റുപ്യക്ക് ഇതല്ലാതെ പിന്നെ എത്ര കൊടുക്ക? അപ്പൊ തമിഴ്നാട്ടില് ജീവിക്കാൻ വളരെ ചെറിയ പൈസ മതി ജീവിക്കാൻ. ഇവിടെ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ ബിരിയാണി ഏകദേശം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ബിരിയാണിക്ക് ബീഫ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഈ തലച്ചോറിന്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിയതാട്ടെ. തലച്ചോറ് തീർന്നില്ല, അബ്ബാരെ ടേസ്റ്റ് ആണ് കേട്ടോ തലച്ചോറിന്. ഇതാണ് തലച്ചോറ്. തലച്ചോറ് സൂപ്പർ. 50 രൂപക്ക്. നമ്മൾ മാസ്റ്റർ ഒന്ന് പരിചയപ്പെടാ. മാസ്റ്റർ இங்க மாஸ்டர் இருக்கு. நம்ம பிரியாணி மாஸ்டர். இங்க பிரியாணி இங்க ரொம்ப டேஸ்ட் இருக்கு. அந்த கோழிக்கோடு இங்க பிரியாணி சென்ட்ரா பிரியாணி வெரைட்டி பிரியாணி. அங்க பிரியாணி இங்க நாட்டுல இங்க வந்து தமிழ்நாட்டிலே தமிழ்நாடு ஆம்பூர் பிரியாணி കഴിച്ചു, പല ബിരിയാണി കഴിച്ചിருக்கு. പക്ഷെ இந்த ബിരിയാണി അടിപൊളി. അങ്ക 60 രൂപയ്ക്ക് എന്ന് പറഞ്ഞാല് നമ്മ കേരളത്തിൽ இந்த റേറ്റില് കൊടുക്കാൻ പറ്റാ. ഇങ്ങ റേറ്റിൽ ഇങ്ങ കൊടുക്കാനുള്ള കാരണം അതുപോലെ ബീഫ് ബ്രെയിൻ 50 രൂപ. இந்த കേരളത്തിൽ അങ്ക നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ബ്രെയിൻ 150 എങ്കിൽ ഇരിക്കും, ബിരിയാണി 120 വരും. இந்த ரேட்டில் ഇവിടെ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് പറയാം. കാരണം மக்களுக்கு சுவையும் கொடுக்கணும், ரேட்டு கம்மியாகவும் கொடுக்கணுங்கிறதுக்காக நம்ம செய்யறோம். இது
இந்த பிரியாணி ஹலால் பிரியாணி. ஹலால் பிரியாணி. ஹலால் பக்கா ஹலால் 100%. இந்த நடத்தும் யாரு? இது ஓனர் முகமது ஹுசைன். முகமது ஹுசைன், ஜாகிர் ஹுசைன், 2 பேரும் அண்ணன் தம்பி. பிரான்ச் இருக்கா? ஆமா. இங்க எத்தனை? இந்த மொத்தம் 6 பிரான்ச் இருக்கு. 6 பிரான்ச் இங்க திண்டுக்கல் 6 பிரான்ச். 6 பிரான்ச். அந்த வேற யாரு? எல்லாமே இங்க இருந்து தான் போகுது. இங்க திண்டுக்கல்ல அவுட்லெட் வேற இல்ல. இங்க வேற ஸ்டார்ட் ஆகிடுறாங்க. இங்க கேரளத்துல ஸ்டார்ட் ஆகிங்க தலைப்பு உங்களுக்கு எங்களுக்கா ஐடியா பண்ணுவோம். உங்களுக்கு താല്പര്യം ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. இந்த നമ്പർ ആർക്ക് ആവശ്യമുണ്ട് വിളിച്ചതാ. சொல்லவா നമ്പർ? ബിരിയാണി കുറച്ച് ക്വാണ്ടിറ്റി കുറവാണ്, പക്ഷെ എന്നെ പോലുള്ള ആൾക്കാർക്ക് ധാരാളം കൂടുതലാ. പക്ഷെ ചില ഭക്ഷണം കഴിക്കുന്നവർക്ക് ചിലപ്പോൾ 2 വാങ്ങേണ്ടി വരും. ഇത് ബിരിയാണി ബീഫ് ബിരിയാണി കൂടുതൽ ബിരിയാണി ഉണ്ടായതുകൊണ്ട് தம்பி ஃபேஸ் காமிங்கம்மா. யூடியூப் சேனல் கேரளா சாப்பாடு எப்படி இருக்குன்னு சொல்லுங்கம்மா. என்னம்மா மைக் வாங்கிக்கங்க. உங்க சொல்லு. நானே பிரியாணி சூப்பரா இருக்கு, வேற லெவலா இருக்கு. இங்க எப்பயுமே வந்து சாப்பிடுவோம் நாங்க. சூப்பரா இருக்கும் பிரியாணி. அதே மாதிரி பாத்தீங்கன்னா சுக்காவும் நல்லா இருக்கும், மூளை ஃப்ரையும் நல்லா இருக்கும், எல்லாமே நல்லா இருக்கும். இங்க வந்து ட்ரை பண்ணி பாருங்க ஒரு தடவை. பிரைஸ் வந்து 60 rupees தான், எல்லாமே 60 rupees தான். அது நல்லா இருக்கும், வந்து ட்ரை பண்ணி பாருங்க.